ശ്രീ മണ്ണടി ഹരി. മിഡിൽ ഈസ്റ്റ് മുതൽ വടക്കേ അമേരിക്ക വരെ 32 രാജ്യങ്ങളിൽ ഭാഗവത സപ്താഹയജ്ഞം നടത്തിയിട്ടുള്ള ഇദ്ദേഹം നാളിതുവരെ വിവിധ വിഷയങ്ങളിൽ 6000-ലധികം പ്രഭാഷണങ്ങളും ധാരാളം ആത്മീയ രചനകളും നടത്തിയിട്ടുണ്ട്. ഹരിയേട്ടൻ ഒരു തികഞ്ഞ അയ്യപ്പ ഭക്തനും അയ്യപ്പ തത്വത്തെക്കുറിച്ച് ധാരാളം എഴുതുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് ശബരിമലയെ കുറിച്ച് നടക്കുന്ന വിവാദങ്ങളും നമ്മുടെ മകരജ്യോതിസിനെയും മകരവിളക്കിനെയും പറ്റിയുള്ള തർക്കങ്ങളും വളരെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് ഹരിയേട്ടൻ പറയാനുള്ളത്? ഇവിടെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ശബരിമല ക്ഷേത്രവുമായിട്ടും അയ്യപ്പ ധർമ്മവുമായിട്ടും ബന്ധപ്പെടുന്ന നല്ല ഒരു ലിറ്ററേച്ചർ ഇല്ല. വായിച്ച് മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളുടെ അഭാവം അയ്യപ്പ തത്വത്തെ പറ്റിയുള്ള പഠനത്തിൽ വലിയ ഒരു 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 ഗ്യാപ്പ് തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ ഇതിനെ സമീപിക്കുന്ന ആൾക്കാരില്ല. ഗതാനുഗതികമായിട്ട് തലമുറകളായിട്ട് പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പല കാര്യങ്ങളെപ്പറ്റിയും വിലയിരുത്തുന്നത്. പിന്നെ വിവാദങ്ങളുടെ പിന്നിൽ ഒരു വല്ലാത്ത മനസ്സ് പല കോർണറുകളിൽ നിന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശബരിമല ക്ഷേത്രം 1950-കളിൽ അഗ്നിബാധ കഴിഞ്ഞിട്ട് ശരിക്കും ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ കാലം മുതൽക്ക് വിവാദങ്ങളിൽ മുക്കി ശബരിമലയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കുറേ ആളുകളെങ്കിലും ശ്രമിക്കുന്നുണ്ട്. അതാരെന്ന് ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം വ്യക്തത വേണം, ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ പഠനം നടത്തുവാൻ ആരും മെനക്കെടുന്നില്ല. പിന്നെ താല്പര്യങ്ങൾ വെച്ചുള്ള ഏർപ്പാടുകളാണ് കൂടുതലും നടക്കുന്നത്. ഉദാഹരണം, ഈ മകരജ്യോതിസിനെ പറ്റി പറഞ്ഞു, മകരവിളക്കിനെ പറ്റി പറഞ്ഞു. ഇത് രണ്ടും രണ്ടാണ്. ആദ്യമായിട്ടതാ മനസ്സിലാക്കേണ്ടത്. മകരജ്യോതിസ് എന്ന് വെച്ചിരുന്നാൽ ആ പർട്ടിക്കുലർ ദിവസം വാനത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് അതാ സ്റ്റാർ കലണ്ടർ അനുസരിച്ച് എല്ലാ വർഷത്തിലും ആ പർട്ടിക്കുലർ ഡേയിൽ ആ ഉത്രം നക്ഷത്രത്തിൽ ആ നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രമാണ്. ആ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ഭൂമിയിൽ നിന്ന് ഇപ്പം വിളക്ക് കത്തിച്ച് കാണിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പണ്ട് കാണിക്കാരായിട്ടുള്ള ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ അവർ ദീപം കത്തിച്ച് ആചരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അവരാരാധന നടത്തിയിരുന്നു. അത് ഒരുപക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ കാലുകുത്തുന്നതിന് മുമ്പേ നടന്നു വരുന്ന ആചാരം. അത് ഇന്നോ ഇന്നലെ മെനഞ്ഞാന്നോ തുടങ്ങിയതല്ല, അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് വന്നൊരു എൻറ്റിറ്റി മാത്രമാണ്. ദേവസ്വം ബോർഡാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നതിനൊന്നും യാതൊരർത്ഥവുമില്ല. ചരിത്രപരമായൊരു വഞ്ചന മാത്രമാണ്. എന്നിട്ട് അതിൽ ആ ആരാധനയിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, എനിക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, അനിലിന് വേണമെങ്കിലും പങ്കെടുക്കാം, ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആളെ വിട്ടത് കത്തിപ്പിക്കുന്നു, അതുകൊണ്ട് ആൾ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്, ആരും ശബരിമല പോകരുത് എന്നൊക്കെ ചില പ്രചരണങ്ങൾ ഇടക്കാലത്ത് വന്നു. ശ്രദ്ധിച്ചു നോക്കണം, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ആര് എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കണം. യുക്തിവാദികളെന്ന് സ്വയം അഭിമാനിക്കുന്ന കുറേ സഹോദരന്മാരുണ്ട്. പിന്നെ മറ്റ് പല സംഘടിത ആശയഗതികളുടെയും വക്താക്കളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്കെതിരെ കിട്ടുന്ന ഒരു പടിയും അവർ വെറുതെ വിടത്തില്ല. മതസൗഹാർദ്ദം കേരളത്തിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണോ ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ടീം അതിൻ്റെ പിന്നിലുണ്ട്. സെക്കൻഡ്, ഈ രീതിയിൽ കൂടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്രയും ആൾക്കാരെ ഇത്രയും ചുരുങ്ങിയ ടൈമിനുള്ളിൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു കേന്ദ്രം ലോകത്ത് വേറെ ഇല്ല. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യ ഏതാണ്ട് ഒരു 3.5 കോടി അപ്പുറത്തേക്ക് നിൽക്കുന്നു. ഏതാണ്ട് 6.5 കോടിയിൽ കൂടുതൽ ആളുകൾ ഈ വർഷം തന്നെ ശബരിമല സന്ദർശിച്ചിരിക്കുക. കഴിഞ്ഞ വർഷം അതിൽ അത്രയും തന്നെ ആൾക്കാർ വന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിൽ ഇരട്ടിയിൽ കൂടുതൽ ആൾക്കാർ ഇത്രയും ചുരുങ്ങിയ ഒരു സീസണിനുള്ളിൽ ഇത്രയും ദുരിതങ്ങളൊക്കെ സഹിച്ച്, അനിലിനറിയാം അവിടെ എന്ത് ദുരിതം സഹിച്ച ആൾക്കാർ നിൽക്കുന്നത്. 8 മണിക്കൂർ 10 മണിക്കൂർ ക്യൂ നിന്നിട്ട് സ്ത്രീകൾ, കുട്ടികൾ കാലിൽ നീരടിച്ചിരുന്നാലും സർവ്വ ദുരിതങ്ങളും സഹിച്ച് അവിടെ വരുന്നു. അവർ ഈ വർഷം വന്നേച്ച് എവർ ടൈം തിരിച്ചു പോവില്ല, അടുത്ത വർഷവും വീണ്ടും വരുന്നു. ദാറ്റ് മീൻസ് ദേ ആർ ഗെറ്റിംഗ് സംതിങ്. അപ്പോൾ ആ ഒരു ആധ്യാത്മികമായ അനുഭൂതിയാണ് പ്രധാനം. അപ്പം ഈ രീതിയിൽ കൂടെയുള്ള ഒരു വളർച്ചയിൽ ആശങ്കാകുലരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട്, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഹിന്ദു മതത്തിൻ്റെയും നമ്മുടെ
ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും വളർച്ച ഇന്ത്യക്ക് പുറത്ത് എങ്ങനെയാണ്? വളരെയേറെ സന്തോഷം തോന്നിക്കുന്ന ഭയങ്കര അനുഭവങ്ങൾ. 2005 അമേരിക്കയിൽ പോയ സമയത്ത് ഷിക്കാഗോയിൽ ചെന്നപ്പോൾ ഷിക്കാഗോയിൽ നിന്ന് അടുത്ത അയോവ സ്റ്റേറ്റിൽ ഫെയർഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ കുറച്ച് നല്ല പ്രവർത്തകരെ കൊണ്ടുപോയി. അവിടെ വേദിക് സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. മഹർഷി മഹേഷ് യോഗി സ്ഥാപിച്ചതാണ്. ഏതാണ്ട് 6 സ്ക്വയർ മൈൽ സ്ഥലം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഈ 4 വേദങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ജീവിതക്രമമാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതീയ സ്ഥാപത്യ വേദക്രമപ്രകാരം അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ സ്പിരിച്വൽ ഡിസിപ്ലിൻ. വൈദിക നഗരമെന്നാണ് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിലെ വേദം, സംസ്കൃതം ഇതൊക്കെ യോഗ മാത്രമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് മഹർഷി യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, മഹർഷി യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ്, മഹർഷി യൂണിവേഴ്സിറ്റി ഓഫ് മോഡേൺ മെഡിസിൻ, മഹർഷി യൂണിവേഴ്സിറ്റി ഓഫ് കമ്പ്യൂട്ടർ സയൻസസ്, ഇതുപോലെ മനുഷ്യൻ്റെ അത്യന്താധുനിക ജീവിതാവശ്യത്തിന് വേണ്ട വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്ന, ഇൻ്റർനാഷണലി എല്ലാ പാരാമീറ്റേഴ്സിലും ഫസ്റ്റ് റാങ്ക് നേടുന്ന വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഒരു മഹത് സ്ഥാപനം. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും ഒക്കെ റാഞ്ചിക്കൊണ്ട് പോകാൻ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, യൂണിലിവർ, ഇതുപോലെ നാസ ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ നിൽക്കുക. ഇത് ഭാരതത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ഇത് ഒന്ന്. ഇനി ഇങ്ങനെ അങ്ങോട്ട് ലിസ്റ്റിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വരാജ്യങ്ങളിലും കട്ടിയായിട്ട് വേറെ ഒരു മതത്തെയും സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിതമായ നയമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും വളരെ ആവേശത്തോടുകൂടെ 2 കൈയും നീട്ടി സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ, യോഗ, പിന്നെ ഇന്ത്യൻ ഡയറ്റിംഗ്, നിരന്തരമായിട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് അതിൻ്റെ ടോക്സിക് ഇഫക്റ്റ് വർദ്ധിച്ചിട്ട് മാരക രോഗങ്ങൾ ബാധിച്ച ആൾക്കാർ ഇന്ത്യൻ ഡയറ്റിംഗ് സിസ്റ്റം, വെജിറ്റേറിയൻ സിസ്റ്റം ഫാസ്റ്റായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് വരികയാണ്. പിന്നെ ഹരേകൃഷ്ണ പ്രസ്ഥാനങ്ങൾ, ചിന്മയ മിഷൻ, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ. അങ്ങനെ അന്തർദേശീയ തലത്തിൽ നമുക്ക് ഭയങ്കരമായ ഒരു മഹിമ, ഭാരതത്തിനൊരു മഹിമ, നോട്ട് ഇൻ എ കമ്മ്യൂണൽ ഡയമെൻഷൻ ബട്ട് ഇൻ എ വെരി സയൻറ്റിഫിക് സ്പിരിച്വൽ ഡയമെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകത്ത് മറ്റ് മതങ്ങളുടെ ഒപ്പമോ അവയുടെ പല ടീച്ചിങ്സിനെയും എക്സൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പം നമ്മളുടെ മതം സ്വീകരിച്ചെങ്കിൽ മാത്രം സുഖിനോ ഭവന്തു എന്നല്ല നമ്മൾ പറയുന്നത്. വെദർ യു ആർ എ ക്രിസ്ത്യൻ, മുസ്ലിം, ഓർ എ ഹിന്ദു, മതം പ്രശ്നമല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആ ഒരു ഓപ്പൺനെസ് നമുക്ക് അന്തർദേശീയ തലത്തിൽ വലിയ ഒരു സ്വാഗതം നേടിത്തന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ അങ്ങ് 300-ൽ പരം സപ്താഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അതിൽ ഏകദേശം 38 സപ്താഹങ്ങൾ മൂലം ഭാഗവതം ബേസ് ചെയ്തും ബാക്കിയുള്ളത് കിളിപ്പാട്ടിനെ ബേസ് ചെയ്തുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേതാണ് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകം? കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകുന്നത് കിളിപ്പാട്ട് ഭാഗവതമാണ്, എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റി. അപ്പോൾ ഞാൻ അത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഈ റിപ്ലൈ പെട്ടെന്ന് പറഞ്ഞത്. ഇനി മലയാളി കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും സപ്താഹത്തിന് ഒരു താല്പര്യം വരാറുള്ളത്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ കൂടെയുള്ള ഒരു അഖില ഭാരതീയ പരിപ്രേക്ഷ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗവത കഥ എന്നുള്ള മട്ടിൽ കൂടെ പോകുന്നു. അപ്പം അതിൻ്റെ ഒരു ചിട്ടയും അതിൻ്റെ ഒരു അവതരണ രീതിയും എല്ലാം കുറേ കൂടെ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുക. അതിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ ഇത് 3 ഭാഗവതത്തിൻ്റെ ടാർഗറ്റ്സ്. ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറേ കൂടെ ജ്ഞാനനിഷ്ഠമായ ഭക്തിനിഷ്ഠമായ ഒരു സമീപനം കേരള സപ്താഹ സംസ്കാരം. നമുക്ക് കേരളീയ ട്രഡീഷൻ ലോകത്തിന് മുമ്പാകെ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ സംഗതി തന്നെ, യാതൊരു സംശയവും വേണ്ട. ജനകീയ സ്വഭാവത്തിലേക്ക് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ, വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് കിളിപ്പാട്ട് ഭാഗവതം ചെയ്യുക. അതിൽ കൂടെ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ ചിന്താധാരയിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് ഇത് എത്തിക്കുവാനും സാധിക്കുമെന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്.
അങ്ങയുടെ ഈ ഉത്തരേന്ത്യൻ യാത്രയുടെ ഇടയ്ക്ക് വീണ് കിട്ടിയ ഈ കുറച്ച് സമയം ഹംജി മുംബൈക്ക് വേണ്ടി നൽകിയതിന് 1000 നന്ദി.